ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഹെയർ ടോപ്പേഴ്സ് ആണ്. ഈ ഹെയർ എക്സ്റ്റൻഷൻ പലർക്കും പല രീതിയിലാണ് ആവശ്യമായിട്ട് വരുന്നത്. മുടി കുറവുള്ളവരുണ്ടാവും, മുടിക്ക് നീളം ഉണ്ടെങ്കിലും ഉള്ളു കുറവുള്ളവരുണ്ടാവും, ചിലർക്കാണെങ്കിൽ സ്കാൽപ്പിലായിരിക്കും മുടി കുറവുണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഹെയർ ടോപ്പേഴ്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 2-3 ഡിഫറെൻറ്റ് ടൈപ്പ് ഹെയർ ടോപ്പേഴ്സ് കാണുന്നുണ്ട്. ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഈ സ്കാൽപ്പിൽ ഹെയർ തിന്നിങ് പലർക്കും പല രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ആവശ്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ഹെയർ ടോപ്പർ സെലക്ട് ചെയ്യേണ്ടത്. ഹെയർ തിന്നിങ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ഈ വതുപ്പ് ഭാഗത്തായിരിക്കും മുടി കുറവ് വരുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് 2/4 ലെങ്ത്തിലാണ് ഈ ബേസ് വരുന്നത്. ഈ ബേസ് ആണ് നമ്മൾ സ്കാൽപ്പിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. ഇതിൽ ക്ലിപ്പ് വരും. ഇതിപ്പോൾ ഫിനിഷ്ഡ് അല്ല ഈ പ്രോഡക്റ്റ്. ഇതിൽ ക്ലിപ്പ് വരും. ഇതിപ്പോൾ ലെങ്ത്ത് വന്നിരിക്കുന്നത് 22 ഇഞ്ച് ലെങ്തിൽ വരുന്ന ഒരു വേവി ഹെയർ ടോപ്പർ. അടുത്തതും വതുപ്പ് ഭാഗത്തു നിന്ന് തന്നെ ഹെയർ ലോസ് വന്നവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ടോപ്പറാണ്. ഇതിപ്പം ലെങ്ത്ത് കുറച്ചും കൂടി കുറവാണ്. നമ്മൾ നേരത്തെ 22 ഇഞ്ചാണ്, ഇത് 20 ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന. ഹെയറിൻ്റെ ടെക്സ്ചറും കുറച്ച് വ്യത്യാസമുണ്ട്. നേരത്തേനേക്കാളും കുറച്ചും കൂടി വേവിയാണ്. പിന്നെ കുറച്ചും കൂടി ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ വരുന്നതാണ്. ഇതും നമുക്ക് ക്ലിപ്പ് കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ചിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അടുത്തതിൻ്റെ ബേസ് സൈസ് വരുന്നത് 3/4 ആണ്. 3/4 അതായത് സ്കാൽപ്പിൽ കുറച്ചും കൂടി ഏരിയയിൽ ഹെയർ തിന്നിങ് വന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടോപ്പറാണ്. ഇതിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ഹെയറിന് പറ്റിയതാണ്. ലെങ്ത്ത് കുറവാണ്, 18 ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന ഹെയറിന് പറ്റിയതാണ്. ഹെയർ എക്സ്റ്റൻഷനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്